നിങ്ങളുടെ റോൾ മോഡലാണ് എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളില് ഇന്നിപ്പോ ശരിയായി കയറാണെങ്കിലും ഒരു റോൾ മോഡലായിട്ട് അനുഭവം റോൾ മോഡൽ ഒരാളെ പോലെ ആവണം എന്നുള്ള ആഗ്രഹം ഇല്ല, അങ്ങനെ ഇല്ല. നമ്മളെ കഴിവ് കിംബോയിട്ടുള്ള സ്റ്റൈല് ആ ഒരു സ്റ്റൈലല്ലേ ഞാൻ കാണിക്കുന്നത്. കോമഡി ഞാൻ എന്റെ ഷോർട്ട് ഫിലിം നോക്കും. ഞാൻ സൈക്കോ ആയിട്ടാണ് കാണിച്ചത്. ഭയങ്കര സൈക്കോ, വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്യാരക്ടറായിട്ട് 2 പടങ്ങൾ ഇപ്പൊ 2 ഷോർട്ട് ഫിലിം ഇപ്പൊ ചെയ്ത്. മനുഷ്യവേട്ട, ത്രികോണം രണ്ടൊന്ന്. സമൂഹത്തിലെ ആൾക്കാരെ ഇല്ല, നമ്മളെ എന്നായിട്ട് കളിയാക്കുന്ന അങ്ങനെ അധികം പേരില്ല, കുറവാണ്. അങ്ങനെ കളിയാക്കുന്നൊന്നുമില്ല. നമ്മളെ ഏകദേശം ആൾക്കാർക്ക് എന്നെ മനസ്സിലായി, എന്നെ അറിയാം, തിരിച്ചറിയുന്നു സംഭവം ഇവന് എങ്ങനെയെന്ന് അറിയാം. അപ്പൊ എന്നെ കൂടുതൽ എനിക്ക് അങ്ങനെ ഫീലായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഫീലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യലുണ്ട്. എന്റെ ഈ 2 ഷോർട്ട് ഫിലിം, മനുഷ്യവേട്ട, ത്രികോണം, ഇത് രണ്ടും നിങ്ങൾ യൂട്യൂബിലൊന്നും നോക്ക്. കാണുമ്പോ അറിയാം ഈ ആള് തന്നെയാണോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മറ്റുള്ള ചിലര് കോമാളി അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ആള് തന്നെയാണെന്ന് തോന്നും. കിംബോയ് തന്നെയാണോ ഇത് ചെയ്തതെന്ന് ഉള്ളത് തോന്നും. അത്രയ്ക്ക് ഞെട്ടിപ്പിച്ച ആൾക്കാർ പറഞ്ഞു. അത് ഭയങ്കര ഇഷ്ടമായി, അതൊക്കെ എല്ലാം ഇഷ്ടമായി. എല്ലാരും വിളിച്ച് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റുകളൊക്കെ ആയിരുന്നു വന്നത് ഈ 2-നും. എന്റെ കയറ് ഷോർട്ട് ഫിലിം, പിന്നെ കുഞ്ഞു പെങ്ങളെ കല്യാണം, കയറ് ഷോർട്ട് ഫിലിം, അതില് കണ്ടാലും അറിയാം നമ്മളെങ്ങനെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? നിങ്ങൾക്ക് സ്വയമുള്ള, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ സ്വയമുള്ള കഴിവ് എന്താണ്? കഴിവ് പറഞ്ഞാല് നമുക്ക് ഇത് സ്വയം ആൾക്കാർക്ക് ഇൻസൾട്ട് ചെയ്യാത്ത, വിഷമിപ്പിക്കാത്ത ഒന്ന് കൊടുക്കുക. പിന്നെ ഈ പൊതുസമൂഹത്തിന് നല്ല രീതിയിലുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും സുഖമില്ലാത്താലും നമ്മളോട് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞാല് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നല്ലോ. ഒരു 10,000 ആൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അവർ കിട്ടിയല്ലോ, അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. എത്ര നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ഞാൻ തിങ്ക് ചെയ്യലുണ്ട്. ഞാൻ ഇപ്പൊ കോമാളി തരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഒരു 5 ലക്ഷം 10 ലക്ഷം ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ചെയ്താൽ സുഖമില്ല, ഫേക്ക് അല്ലാത്ത കറക്റ്റ് റിയൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ചെയ്തിട്ട് കുറേ ഉണ്ട്. അത് ചെയ്തൊന്നും ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ മീഡിയയുടെ സപ്പോർട്ടുണ്ടോ? ഓൺലൈൻ മീഡിയക്കാരുടെ മീഡിയക്കാര് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഹെൽപ്പ് 2-3 മീഡിയക്കാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുമ്പോ ഇത് നമുക്ക് ആരാട്ടനെ പറഞ്ഞു. പിന്നെ നമുക്ക് അറിഞ്ഞത് പേയ്മെന്റ് മേടിച്ചു. നമ്മളോട് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. കഴിവിന്റെ കാര്യം കിംബോ പറഞ്ഞില്ല. കിംബോ ഇപ്പൊ ഒരു ആണും പെണ്ണായിട്ട് ഇങ്ങനെ വേർതിരിച്ച് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെന്താണ് കിംബോയുടെ ഒരു കഴിവ്? എന്താണ് വേറെ? അതെനിക്ക് അങ്ങനെ തോന്നി. ആണ് ഒരു ട്രിപ്പിൾ റോഡ് അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റിലെ തുടങ്ങിയപ്പോഴേ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു പാട്ടായിട്ട് ഒരു സീരീസ് ഒക്കെ ചെയ്ത് 130 എപ്പിസോഡ് പോലെ ആക്കി ഈ ഇൻസ്റ്റാഗ്രാം റീല്. അത് ഒരു ലോറൻസ് ക്ലീൻ എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ആക്കി. അതിൽ കുറെ പെൺ ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ കൊണ്ടുവന്നു. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് സ്വയം തന്നെയാണോ? സ്വയം നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, വീട്ടിനടുത്ത് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെ തന്നെ നമ്മള് അവരുടെ ഫുള്ള് സപ്പോർട്ട് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 57 ഉണ്ട്. 1 മില്യൺ 8 മില്യൺ അങ്ങനെ 6 മില്യൺ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. 60 ലക്ഷം വരെ പോയിട്ടുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്ക് അശോക് യോഗി ഇല്ലല്ല പോയിട്ടില്ല. ആനൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വരുമാനം എത്ര ഉണ്ടാവും ഒരു മാസം ഏകദേശം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ വരുമാനമൊക്കെ? അതിനു മുമ്പ് ഇപ്പൊ കല്യാണത്തിന് പരിപാടിക്ക് മുമ്പ് നമുക്ക് ഷോപ്പൊക്കെ ഉണ്ട്, റെന്റിനോട്. പിന്നെ നമുക്ക് റബ്ബർ ഒക്കെ ഉണ്ട്. ഇപ്പൊ 200 മൂട് റബ്ബർ, 200 ട്രീസ്, റബ്ബർ ട്രീസ്. അത് ഞാൻ തന്നെ കട്ട് ചെയ്യും, കട്ടൊക്കെ ചെയ്ത് കറക്കിയൊക്കെ അടിച്ച് നമുക്കറിയാം. അതിന്റെ തന്നെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ റബ്ബർ കോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എല്ലാം നോക്കുമ്പോ അറിയാം.
ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന പൈസ കുറെ ഒക്കെ സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ഫാദറിനും വയ്യായിരുന്നു, അങ്ങനെ കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫിൽ കാറ്ററിംഗ് കമ്പനി ആയിരുന്നു. ഞാൻ ഈ +2 ഹോട്ടൽ മാനേജ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോട്ടലിൽ ഗോവയിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഗൾഫിൽ പോയതാ. 2011 ഗൾഫിൽ പോയി, 21 വരെ നിന്നു. അങ്ങനെ വീട്ടില് കുഴപ്പമില്ല. വീട്ടില് അമ്മച്ചിയൊക്കെ കുഴപ്പമില്ല. അമ്മച്ചിക്ക് വയ്യ, ഇത്തിരി കാലൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ, നാട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മളത്. ബാങ്കിൽ വർക്ക് ചെയ്തോണ്ട് ജോലി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണം, പിന്നെ അഥവാ മുമ്പ് ഞാൻ വെൽഡിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോ നാളെ കോട്ടയം പരിപാടി. കോട്ടയം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇല്ല, നമ്മള് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മള് ചെയ്യുന്നത് ഇനിയിപ്പോ കുറച്ച് ജില്ല മാത്രം ബാക്കിയുണ്ട്. ഇനി തിരുവനന്തപുരം, ഇങ്ങോട്ട് പാലക്കാട് ഞാൻ പോയിട്ടില്ല. പാലക്കാട് ഇവൻ പോയി, മണ്ണാർക്കാട് പോയി. പിന്നെ ഇങ്ങോട്ട് ഒന്നുമില്ല. അജിൻ ജോസ് പെരേര, അജിൻ ജോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മള് ഇത് ജോലി വർക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം കുറെ ആളുകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്.